ശ്രീ സതീഷ് വസന്ത് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ അപക്വമായ ഒരു എടുത്തുചാട്ടം തന്നെയായിരുന്നില്ലേ മൊണാലിസയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് നടന്ന്. നമുക്ക് മറ്റു കാര്യങ്ങളൊക്കെ മാറ്റിവെക്കാം. അതിൻ്റെ സ്വഭാവം ലവ് ജിഹാദാണ് എന്നുള്ളൊരു വിമർശനമൊക്കെ ഉയരുന്നുണ്ട്. മാതാപിതാക്കൾ തന്നെ ആ പെൺകുട്ടിയെ അവിടെ നിന്ന് തട്ടിക്കൊണ്ടുപോയതാണ് എന്നുള്ള പരാതി ഉന്നയിക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് മാറ്റിവെക്കാം. ആദ്യഘട്ടത്തിൽ നമുക്ക് വിലയിരുത്താം എന്തിനായിരുന്നു ഈ CPM-ന്റെ മുതിർന്ന നേതാക്കളടക്കം നിന്നുകൊണ്ട് ഈ ഒരു വിവാഹം നടത്തിയത്. മുൻപിൻ നോക്കാതെയുള്ള ഈ എടുത്തുചാട്ടം ആരെ തൃപ്തിപ്പെടുത്താനായിരുന്നു? രോഹിണി, ഇതിൻ്റെ ഇപ്പം നിങ്ങൾ പറയുന്നതായിട്ട് നേരത്തെ CPM-ന്റെ പാർട്ടി ഓഫീസിൽ വന്നിട്ട് ഒരു കേൺ അപേക്ഷിച്ചു, എന്നിട്ട് ഇവരെ കല്യാണം നടത്തി എന്നുള്ള രീതിയിലാണല്ലോ നിങ്ങൾ പറയുന്നത്. അങ്ങനെ അല്ലല്ലോ. ഇതിൻ്റെ നാൾ വഴിയെ നിങ്ങൾ പരിശോധിക്കൂ. ഒരു ചെറുപ്പക്കാരിയും കേരളത്തിൽ വരുന്നു. അവർ കല്യാണം കഴിക്കാൻ വേണ്ടി നോക്കുന്നു. അപ്പം അവർക്ക് പ്രായമായില്ല എന്ന് പറയുന്നു. അവർ കാണിച്ച ബർത്ത് സർട്ടിഫിക്കറ്റും ആധാർ കാർഡുകളും ഒത്തു നോക്കിയപ്പോഴത്തേക്ക് അവർക്ക് പ്രായമായി എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ലേ അധികാരികളും CPM ഒക്കെ ഇടപെട്ടിട്ടുള്ളൂ. CPM എന്തിനാണ് ഇടപെട്ടത്? CPM-ന് ഇതിന് വല്ല കാര്യമുണ്ടോ? CPM-നെ സംബന്ധിച്ച് 2 കുട്ടികൾ ഇവിടെ വന്നിട്ടുണ്ട്. ഒരു ഹിന്ദു കുട്ടി, നിങ്ങൾ പറഞ്ഞ പോലെ ഗോത്രവർഗത്തിലായിരിക്കും, അത് എന്നാലും ഹിന്ദു പെൺകുട്ടിയാണല്ലോ. അതുപോലെ തന്നെ ഒരു സെലിബ്രിറ്റിയാണ് ഇന്ന് മൊണാലിസ, നിങ്ങൾക്കറിയാലോ. തൊട്ടടുത്തെന്ന് പറയുന്നത് വന്നിട്ടുള്ള ചെറുപ്പക്കാരൻ, അദ്ദേഹം UP-യിലുള്ളതാണ്. അദ്ദേഹം ഒരു മുസ്ലിം വിവാഹമാണ്. അവരിവിടെ ഒരു സിനിമ ഒരു ഫീൽഡുമായിട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം ഒരു കല്യാണം കഴിക്കാൻ നോക്കുന്നു. അതിൽ കഴിഞ്ഞിട്ട് ഇവിടെ എന്താണ് നിങ്ങൾ ഇത് പറയുന്നത്? നിങ്ങൾ ഇതെന്ന് വെച്ചാൽ വിശ്വഹിന്ദു ഇപ്പം രാഷ്ട്രീയ RSS അതുപോലെ വിശ്വഹിന്ദു ഇതൊക്കെ ഒരു ഹിന്ദു മുസ്ലിമായിട്ട് കല്യാണം കഴിക്കുമ്പോൾ അതൊക്കെ ലവ് ജിഹാദ് എന്നുള്ള ഒരു പടർന്നു പഠിക്കുന്ന ഒരു സംവിധാനം ശരിയായ നടപടിയല്ല. നോക്കൂ, അവർ കാണിച്ചിട്ടുള്ള ബർത്ത് സർട്ടിഫിക്കറ്റ് മോശമാണെങ്കിൽ അത് നമുക്ക് നടപടിയെടുക്കാന്നേ. അതിന് CPM-ന്റെ ഭാരവാഹികൾ എന്ത് ചെയ്തു? അവരെ കയ്യിൽ കിട്ടിയിട്ടുള്ള ബർത്ത് സർട്ടിഫിക്കറ്റും ആധാർ കാർഡുകളും അത് കറക്റ്റാണെന്ന് തോന്നി. ശരി, ഇനി ഒറ്റ കാര്യം കൂടി, അവർക്ക് സമർപ്പിച്ച ആധാർ കാർഡ് സത്യമാണെന്ന് തോന്നി കല്യാണം നടത്തി എന്നാണ് പറയുന്നത്. ആരാണ് കല്യാണം നടത്തി എന്നുള്ളതാണ് വിദ്യാഭ്യാസ മന്ത്രി, CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി, MP ആയ A റഹീം. ഇവരുടെ 3 പേരുടെയും സാന്നിധ്യത്തിലും നേതൃത്വത്തിലുമാണ് ഈ കല്യാണം നടത്തുന്നത്. പക്ഷേ ഈ കല്യാണം നടത്തുന്നതിന് തൊട്ട് മുൻപ് തന്നെ ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ ആരോപിക്കുന്നുണ്ട്, ഈ വിവാഹം നടത്തരുത്, പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ല, സിനിമയിൽ അഭിനയിപ്പിക്കാം എന്ന് പറഞ്ഞ് പ്രലോഭനങ്ങൾ നൽകി അവളെ അവിടെ നിന്നും കടത്തിക്കൊണ്ടുവരികയാണ്, ഇതല്ല യാഥാർത്ഥ്യം എന്നുള്ളത് സ്വന്തം മാതാപിതാക്കളാണ് പറയുന്നത്. അവരുടെ വാക്കുകൾക്ക് മുഖവിലക്കെടുക്കാതെ അല്ലെങ്കിൽ അവരുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കാതെ എന്തിനായിരുന്നു ഇത്രയും വലിയ ഈ നേതാക്കളുടെ CPM നേതാക്കളുടെ എടുത്തുചാട്ടം അല്ലെങ്കിൽ അവരുടെ നീക്കം എന്നുള്ളതാണ് ചോദ്യം. എന്താണ് CPM-ന് ഇതിൽ എന്താണ് കാര്യം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. CPM-ന് ഇതിലൊരു കാര്യമില്ല. നോക്ക്, 2 ഒരു പ്രായപൂർത്തിയായ യുവാവും യുവതിയായിട്ട് കേരളത്തിൽ വരുന്നു. അവർക്കൊരു കല്യാണം നടത്തി കൊടുക്കണമെന്ന് പറഞ്ഞു. ആ കല്യാണം നടത്തി കൊടുത്ത അതിൽ എന്താണ് CPM-ന്റെ തെറ്റെന്ന് പറയുന്നത്? അവരുടെ കൈകളിൽ എത്തിയിട്ടുള്ള ആധികാരികമായ രേഖകൾ അനുസരിച്ച് പരിശോധിച്ചപ്പോഴത്തേക്ക് 2 പേർക്കും പ്രായപൂർത്തിയായിട്ടുണ്ട്. ശരി, ഇത് ആരാണ്? അങ്ങനെയാണെങ്കിൽ ഇത് ഫോർജറി ചെയ്തവരാണ്. ആ ഫോർജറി ചെയ്ത ഇത് നമുക്ക് കണ്ടുപിടിക്കണ്ടേ? നിങ്ങൾ അങ്ങനെ ആണെങ്കിൽ തന്നെ മാതാവിന് അല്ലെങ്കിൽ ഈ കുട്ടിയുടെ മാതാവിനോ പിതാവിനോ എന്തുകൊണ്ട് ബർത്ത് സർട്ടിഫിക്കറ്റ് ഇപ്പം കിട്ടിയത്, നേരത്തെ എന്ത് കിട്ടാത്തത്? അവരുടെ കയ്യിൽ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ അവർ പഠിച്ചിട്ട്, അങ്ങനെയാണെങ്കിൽ ഈ കുട്ടി പഠിച്ചിട്ട് ഒരു 4ാം ക്ലാസ് വരെയെങ്കിലും പഠിച്ചു കാണില്ലേ? ആ മധ്യപ്രദേശിൽ എന്തുകൊണ്ട് ആ സ്കൂളിൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചുകൂടാ? സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ മധ്യപ്രദേശ് പോലീസിൽ പരാതി. അല്ല, ഞാൻ അത് എപ്പോഴാണ് കൊടുത്തിട്ടുള്ളത്? കല്യാണം കഴിഞ്ഞിട്ട് ഇന്ന് എത്ര ദിവസമായി? 1 മാസത്തിൽ കൂടുതലായില്ലേ? അതിന് സ്വാഭാവികമായ നിയമ നടപടി സ്വീകരിക്കാവുന്ന സമയം മാത്രമേ ആയിട്ടുള്ളൂ. ശ്രീ സതീഷ് വസന്ത്, അതെങ്ങനെയാണ്? നിങ്ങൾ അങ്ങനെ അല്ലല്ലോ. ഒരു മാതാവിൻ്റെ, എൻ്റെ കുട്ടീനെ മാതാവിൻ്റെ വേണ്ട പഠിച്ചിട്ടില്ലാത്ത സ്കൂളിൽ തന്നെ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചൂടി? സാറേ, ഞാൻ ഒന്ന് ഇടപെട്ടോട്ടെ. കാരണം ഇതിനകത്ത് തുടക്കം മുതൽ ഇടപെട്ടെന്ന ആളെന്ന രീതിയിൽ ഒരു കാര്യം ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ. നമ്മൾ കേരളീയമായ സാഹചര്യത്തിൽ ഈ വിഷയത്തിനെ കാണരുത്. ഇവര് വളരെ വലിയൊരു ഗോത്ര വിഭാഗത്തിലെ ആൾക്കാർക്കാണ്. ഈ കുട്ടി സ്കൂളിൽ ഒരു ദിവസം മാത്രമാണ് ആകെ സ്കൂളിൽ പോയിട്ടുള്ളത്. ആ സ്കൂളിൽ പൂട്ടിപ്പോയി. ഇവർ ഇപ്രകാരം എന്റെ മോള് ലവ് ജിഹാദിൽ പെടുമെന്ന് കരുതിക്കൊണ്ടൊന്നും സർട്ടിഫിക്കറ്റ് മേടിച്ച് വെക്കുന്ന ഒരു വിഭാഗമേ അല്ല. ഇവർക്ക് സ്വന്തമായൊരു വീട് പോലുമില്ല. ഇവരൊരു നൊമാഡിക് ലൈഫാണ്. കാരണം ഒരു ഉത്സവ പറമ്പിൽ നിന്ന് അടുത്ത ഉത്സവ പറമ്പിലേക്ക് കൃത്യമായി
സഞ്ചരിക്കുന്ന ഒരു വിഭാഗത്തിലെ ആൾക്കാരാണ്. അത് മനസ്സിലാക്കണം. കഴിഞ്ഞ ദിവസം ഈ ഇഷ്യൂ ഉണ്ടായതിനു ശേഷം മാത്രം അവിടുത്തെ ഞങ്ങളുടെ സംഘടനാ സംവിധാനം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവിടെ പോയി കണ്ടുപിടിച്ചതാണ്. അല്ലാതെ താമസിച്ചതിന്റെ കാരണമൊന്നുമല്ല. ആ കുട്ടിയുടെ അച്ഛൻ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട്. കേരളത്തിൽ വന്നപ്പോൾ ഈ ഒരു വിഷയം ഉണ്ടായപ്പോൾ ആ കുട്ടിയുടെ അച്ഛനെ പോലീസുകാർ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തത്? ആ ആളിനെ സ്റ്റേഷനിൽ നിന്ന് പിടിച്ച് പുറത്തിറക്കി വിടുകയായിരുന്നു. മോളോടൊന്ന് സംസാരിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുത്തില്ല. ഇത് വ്യാജമാണെന്ന് പറയാൻ ഹിന്ദി പോലും വൃത്തിയായിട്ടല്ല ഇവരൊന്നും പറയുന്നത്. അവിടുത്തെ ഗോത്ര ഭാഷയാണ് പറയുന്നത്. അത്തരത്തിലുള്ള ഒരു പിതാവിനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്താക്കിയതിനു ശേഷം ഈ ഗോവിന്ദൻ മാസ്റ്ററും ശിവൻകുട്ടി റഹീമൂടെ എന്തേ ഇത്രമാത്രം താല്പര്യം? ഇവർക്ക് എന്താണ് ഇത്രമാത്രം താല്പര്യം? ഗോവിന്ദൻ മാസ്റ്റർക്ക് എന്താണ്? ഒരു പ്രാദേശിക CPM സംവിധാനത്തിൽ ഒരാൾ പോയി കല്യാണം നടത്തിക്കൊണ്ടത് നമുക്ക് സമ്മതിക്കാം. ഇവരുടെ വീട്ടിലായിരുന്നെങ്കിലോ? എന്റെ വീട്ടിലാണ് താങ്കളോ ഞാനോ ഇത്തരത്തിൽ വന്നിട്ട് ന്യായീകരിക്കോ? സുഹൃത്തെ, മനസാക്ഷി വേണം. എന്തുകൊണ്ട് ബർത്ത് സർട്ടിഫിക്കറ്റ് എടുത്തില്ല, എന്തുകൊണ്ട് സ്റ്റേഷനിൽ പോയില്ല, കോടതി പോയില്ല എന്നൊക്കെയുള്ള ചോദ്യം വെറുതെ ചോദിച്ച് വെറുതെ അത് ഞാൻ പറഞ്ഞിട്ട് അല്ല. ഇപ്പൊ ശിവൻകുട്ടി സഹോദരനായിരുന്നാലും ശ്രീ റഹീം ആയിരുന്നാലും ശ്രീ ആരായിരുന്നാലും ഇത് ഇടപെട്ടെന്ന് പറയുന്നത് അവരുടെ കയ്യിലുള്ള തെളിവ് അനുസരിച്ചാണ്. അവരുടെ കയ്യിലുള്ള ഒരു ബർത്ത് സർട്ടിഫിക്കറ്റും ആധാർ കാർഡ്. അപ്പം അങ്ങനെയാണെങ്കിൽ അവർ കൊണ്ടുവന്നിട്ടുള്ള ബർത്ത് സർട്ടിഫിക്കറ്റ് തയ്യാറെടുപ്പെങ്കിലും വേണം. ഒരു അച്ഛനെ ഒന്ന് കേൾക്കാനുള്ള ഒരു കരുതലെങ്കിലും ഇല്ലാത്ത ഗോവിന്ദന. അല്ല, ഞാൻ പറഞ്ഞിട്ട് അങ്ങനെ ഒരു കേൾക്കാതെ ഇരിക്കൂ. അങ്ങനെ ഒരു കേൾക്കാതെ അങ്ങനെയൊന്നും അല്ലേ. താങ്കളുടെ നമ്പർ തരൂ. അച്ഛൻ സംസാരിച്ച 2 or 3 വീഡിയോ ഞാൻ താങ്കൾക്ക് അയച്ചു തരാം. കേരളത്തിൽ നിന്ന് തിരിച്ചു പോകാൻ ഒരു പൈസ ഇല്ലാതെ ആ മനുഷ്യൻ ബുദ്ധിമുട്ടിയ കഥ അദ്ദേഹം പറയുന്നുണ്ട്. ഇതൊന്നും ഞാൻ കയ്യടി നേടാൻ പറയുന്നതല്ല, കൃത്യമായ വസ്തുതയാണ് പറയുന്നത്. താങ്കൾ അത് മനസ്സിലാക്കൂ. താങ്കളുടെ പിതാവാണെങ്കിൽ ആ സ്ഥാനത്തിരുന്ന് സംസാരിക്കണം. മാത്രം ഇതിനെ കാണരുത്. ഞാനിത് പർവ്വതീകരിക്കാനോ അല്ലെങ്കിൽ അതിനെ ശോഷിക്കാനോ ഒന്നും അല്ല ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞിട്ട് ഇപ്പം നിങ്ങൾ പറയുന്നതായിട്ട് ഈ 3 പേരും ചേർന്ന് നടത്തിയത് ഇവർക്ക് ചേർന്ന് നടത്തിയിട്ട് എന്ത് പ്രയോജനമാണെന്ന് ആരെങ്കിലും പീഡിപ്പിക്കാനാണോ? അല്ലെങ്കിൽ അവർക്ക് കിട്ടിയിട്ടുള്ള ആധികാരികമായ രേഖകൾ വെച്ച് പരിശോധിച്ചപ്പോഴത്തേക്കും പ്രായപൂർത്തിയായിട്ടുണ്ട്. ഒരു നിമിഷം ശ്രീ അനിൽ വിളയിൽ താങ്കളിലേക്ക് എത്താം. ഒരു നിമിഷം ഒരു കാര്യം, നമ്മളുടെ കയ്യിൽ കിട്ടിക്കുന്ന ആധികാരിക രേഖ വെച്ചിട്ടല്ലേ നമ്മൾ നോക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് ഈ കുട്ടിയെ അല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അവരുടെ ആധികാരിക രേഖ ആധാർ കാർഡും അല്ലെങ്കിൽ വേറെ സർട്ടിഫിക്കറ്റും അല്ലെങ്കിൽ ഇവർ പ്രായപൂർത്തിയായെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലല്ലേ ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ നമ്മളെ നേതാക്കന്മാരും ഒക്കെ ഇടപെടുള്ളൂ. അല്ലാതെ ഇവരൊക്കെ എന്താണ് അതിൽ ഉണ്ട്? അല്ലെങ്കിൽ ഇവിടെ ലവ് ജിഹാദ് നിങ്ങൾ ഉണ്ടെന്നോ നിങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടിയാണോ ഇത് ഉണ്ടാക്കിയത്? പക്ഷേ പല സംശയങ്ങളും ഉയരുന്നുണ്ട് എന്നുള്ളതാണ്.